ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? കെ സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. എന്നേക്കാൾ വളരെ വലിപ്പമുണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം. അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. ഞാൻ രമേശ് ചെന്നിത്തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരമാണത്. ആ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ടീം UDF, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളുടെ എല്ലാ അപ്പുറത്ത് ജനഹൃദയത്തിൽ UDF ഉണ്ട്. ഇവരെ താഴെ ഇറക്കണമെന്നുള്ള ജനങ്ങളുടെ അഭിലാഷവുമുണ്ട്, ആഗ്രഹമുണ്ട്. അതിന്റെ പുറത്ത് ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരു വാർത്തകൾക്കും, ഒരു തെറ്റായ വാർത്തകൾക്കും, ഒരു നുണ ബോംബുകൾക്കും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ UDFിനെയും തകർക്കാൻ പറ്റില്ല. അത്ര ഞാൻ പറയുള്ളൂ. ഒരു തരത്തിലും ഇത് മത്സരിക്കേണ്ടെന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല, മത്സരിക്കണമെന്നും തീരുമാനം ഉണ്ടായില്ല. അവര് മത്സരിക്കണമോ വേണമെന്ന്. കാരണം അവര് പാർലമെന്റിലെ അംഗങ്ങളാണ്. എല്ലാ കാലത്തും ഒരു പാർലമെന്റ് അംഗം മത്സരിക്കണോ വേണ്ടെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന വന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു പേര് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. അത് മിനിയാന്ന് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അവർ ആ തീരുമാനം പറയുന്നത്. പിന്നെ അവിടുത്തെ തിരക്ക് ഈ 2 ദിവസം കൊണ്ട് അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, സ്ക്രീനിങ് കമ്മിറ്റി നടക്കുകയാണ്, പോണ്ടിച്ചേരിയിലെ നടക്കുകയാണ്, തമിഴ്നാട്ടിലെ നടക്കുകയാണ്. ഞങ്ങൾ അവിടെ 72 മണിക്കൂർ ചർച്ചയല്ല പോയിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം കോൺഗ്രസ് പ്രസിഡന്റും നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവിടെ നിൽക്കേണ്ട, അവർക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കൾ വരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു, ആസാമിൽ നിന്ന് നേതാക്കന്മാർ, അവിടെ ഇലക്ഷൻ നടക്കുക. അപ്പൊ ഈ കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ആ CECയിൽ കൂടി പങ്കെടുത്തിട്ട് വേണം ഞങ്ങളുടെ വരാൻ. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്. കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് കാണും, നിങ്ങൾക്കെങ്കിലും നാണം വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? കെ സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. എന്നേക്കാൾ വളരെ വലിപ്പമുണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം. അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. ഞാൻ രമേശ് ചെന്നിത്തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലെ കാര്യത്തിൽ KC വേണുഗോപാലും VD ശശിയും തമ്മിൽ ഭയങ്കര വഴക്ക്. സതീശൻ ഇറങ്ങിപ്പോയി. അപ്പൊ എന്നോട് KC ആണ് പറഞ്ഞേടാ, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും പറഞ്ഞ ഒരു വാർത്തയുണ്ട്. ഞാൻ കാണട്ടെ, TV വയ്ക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്. നിങ്ങളെ ഓർത്തിട്ട്, ഈ വാർത്ത ഇട്ടവരെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിച്ചു. കൊച്ചിയിലെ ഒരു സീറ്റ് തീരുമാനിക്കാൻ വേണ്ടി, കൊച്ചിയിലെ സീറ്റിന്റെ ഞങ്ങൾ ഒരുമിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വഴക്കിട്ട് പോയെന്ന് ഏത് കണ്ട് ഞാൻ പിണങ്ങി പോന്നു. അനുകൂലമായ സന്ദർഭം എന്നാണ് UDF പൊതുവെ വിലയിരുത്തിയിരുന്നത്. കോൺഗ്രസ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല, ഒരു തർക്കവും. അതെന്തിനായിരുന്നു? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CEC അല്ലേ തീരുമാനിക്കണത്? അവിടെ അവര് മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വലിയ വാർത്തയാക്കി ഇട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം ഇത് ഭയങ്കര വൈകിയെന്ന്. ഇത് ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ, അതേ പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസിൽ ഉണ്ടാക്കിയില്ല.